ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മൾ കൂണ് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂണൊക്കെ നമ്മൾ നേരത്തെ ഈ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു കൂണ് കറിയല്ല, ആക്ച്വലി ഇതിന് വേണമെങ്കിൽ നമുക്കൊരു കൂണ് റോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും സവാളയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇനി അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും എരിവ് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൂണിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ കൂണ് നമ്മൾ ഇവിടെ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ കൂണ് കഴിക്കുന്ന ആ ഒരു ഫീൽ കുറച്ചുകൂടി കിട്ടാൻ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു കൂണ് ഞാൻ അധികം കഴിച്ചിട്ടില്ല. പണ്ട് നമ്മൾ ഇടിവെട്ടുന്ന സമയത്ത് പറമ്പിലൊക്കെ ചെറിയ കുട പോലെ ഇരിക്കുന്ന ഒരു കൂണുണ്ടാവില്ലേ, അതാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്. അത് തന്നെ എത്രയോ വർഷം മുമ്പ് കഴിച്ചതാണ്. നമുക്ക് അമ്മമ്മ തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല ടേസ്റ്റിൽ അത് കറി ഉണ്ടാക്കി തരുമായിരുന്നു. അത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂണിട്ട ശേഷം കറി നന്നായിട്ട് തിളച്ച് അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് തയ്യാറായി.